ഹലോ മോൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അണ്ടറിൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, PSC അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സ്കെയിൽ ഓഫ് പേ വരുന്നത് 39,300 തൊട്ട് 83,000 രൂപ വരെയാണ് നിലവിലെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നിലവിൽ ഇപ്പോഴത്തെ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗസറ്റഡ് ഡേറ്റ് വന്നിരിക്കുന്നത് 30/8/2025 അതായത് ഓഗസ്റ്റ് മാസം 30-ാം തീയതി അത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അടുത്ത മാസം, അതായത് ഒക്ടോബർ മാസം 3-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് PSC എഴുതുന്നത്, എനിക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു പ്രൊഫൈൽ, നിങ്ങളൊരു അക്ഷയ സെന്ററിൽ, ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നിട്ട് നിങ്ങളൊരു പ്രൊഫൈൽ കേരള PSCക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത്, സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്, നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി നമുക്ക് നോക്കാം, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. ഇനി ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ജനറൽ കാറ്റഗറി ആളുകൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അതായത് 2/1/1989 2007 അതായത് 2 ഡേറ്റ് ഉണ്ട്, ഇതിന്റെ ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങളൊരു OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെ, അതായത് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇനി SC/ST ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ബാക്കിയൊരു കാര്യം, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഇവിടെ ഡിസൈറബിൾ ഡിഗ്രി ഇൻ ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പേപ്പർ, അതായത് ഡിഗ്രി ലെവലിന്റെ ഈ ഒരു എക്സാമിന്റെ GK പാർട്സ് 50 മാർക്കിന്റെ നമുക്ക് ജനറൽ അവയർനെസ്, കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതിനകത്ത് തന്നെ വരുന്നതാണ് സയൻസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. ബാക്കി 50 മാർക്ക് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്യുവർ പക്ക ലോ ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ CRPC, IPC, അതുപോലെ തന്നെ ക്രിമിനൽ ലോസ്, പിന്നെ ജൂറിഡിക്ഷൻ തുടങ്ങിയ കുറച്ച് ഏരിയാസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഡിസൈറബിൾ, അതായത് ലോ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചോളം അത് അവർക്കൊരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ. പിന്നെ നിങ്ങളൊരു BA, BSc, BCom, എനി ഡിഗ്രി, BTech ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലോ ബേസ്ഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, ഇപ്പൊ നിങ്ങൾ LLB അങ്ങനെ ലോ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ കരിയറിൽ തന്നെ, നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങളിത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 3/10/2025 ആണ്. അപ്പൊ നിങ്ങൾ ഇനി എക്സാമിന് ടൈം ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകട്ടെ, അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു ശുദ്ധമണ്ടത്തരാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇതിന്റെ പഠനം ആരംഭിക്കുക. ഇനി ഈ ഒരു എക്സാം ലാസ്റ്റ് 2022 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ എക്സാം മെയിൻസ് ആയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാം. കഴിഞ്ഞ തവണ പ്രിലിംസ് ഇതിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് PSC അതിനൊരൊറ്റ മീൻസ് എക്സാം ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് SBCID വിളിച്ചിട്ടുണ്ട്, അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കാറ്റും കൂടെ പ്രിലിംസ് ആയിട്ട് നടത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് ഇല്ല എങ്കിൽ നമുക്ക് ഒരൊറ്റ എക്സാം മെയിൻസ് ആയിട്ടായിരിക്കാം നടത്തുന്നത്. മെയിൻസിന്റെ സിലബസ് ഞാൻ പറഞ്ഞല്ലോ, 50 നമുക്ക് എന്തിനു വരുന്നുണ്ട്, സാധാ പ്രിലിമിനറി നമ്മൾ പഠിക്കുന്ന ഏരിയാസ് ആണ്. 50 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ലോ മാത്രമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ രണ്ടിനും എന്താണ് വ്യത്യാസം ഉണ്ടാവും, മെയിൻ ആയിട്ടും ഇപ്പൊ പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോലെ 22 വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് മെയിൻസ് എക്സാം ആയിരുന്നു, മെയിൻസിൽ 35 ആയിരുന്നു കട്ട് ഓഫ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്.
ഈ കോഴ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഫുൾ ടോപ്പിക് കവർ ചെയ്യും എന്നുള്ള ഒരു ഗ്യാരണ്ടിയിലാണ് AZB അക്കാഡമി നിങ്ങൾക്ക് ഈ കോഴ്സുകൾ നൽകുന്നത്. ദെൻ ഒരു ചാൻസ് കൂടി മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ BNSന്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. BNS അതുപോലെ IPC കുറച്ചൊക്കെ ഒരുപാട് മീൻസ് ആ ഒരു ഏരിയാസ് നമുക്ക് ഇപ്പം ന്യൂ അപ്ഡേറ്റ് വന്നതുകൊണ്ട് തന്നെ ഇനി സിലബസിൽ ചേഞ്ച് വരാനാണെങ്കിൽ ഇതിനൊരു ചാൻസും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇൻ കേസ് മാറുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ന്യൂ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിലിംസ് കം മെയിൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ജനുവരിയോട് കൂടിയിട്ടാണ് പുതിയ സിലബസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഒരു എക്സാമിന് 3 മാസം മുൻപ് നമുക്ക് സിലബസ് വരും. അപ്പോൾ എന്തായാലും സിലബസ് ഫുൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നല്ല. അവർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിലിംസ് ഒരു GAയുടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രിലിംസ് ബേസ്ഡും അതിൽ തന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഡെയിലി എക്സാം നമ്മളുടെ പ്രിലിംസ് ബേസ്ഡ് ക്ലാസ്സിൽ ഉണ്ടാവുന്നതാണ്. ആൻഡ് മെയിൻസിൽ ഒരൊറ്റ കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആൻഡ് സ്പെഷ്യൽ ടോപ്പിക്സിന് ഡെയിലി നിങ്ങൾക്ക് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ആൻഡ് ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ മോസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നമുക്ക് ലോ പേപ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മളുടെ കോൺടാക്ട് നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻസ് എടുക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കോഴ്സിൽ പോയിട്ട് ഡയറക്റ്റ് കേട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഐ മീൻസ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.